എനിക്ക് ശ്രുതിയോടും സംസാരിക്കണം. പെണ്ണ് കാണാമെന്ന ചെറുക്കൻ മറ്റാരുടെയും പ്രേരണയില്ലാതെ തുറന്നു പറഞ്ഞപ്പോൾ ശ്രുതിയുടെ അമ്മാവനും അച്ഛനും അമ്മയും നമ്പരുന്നു. ചെറുക്കൻ ശ്രീരാജിന്റെ അച്ഛൻ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുമ്പോൾ കൂടെ വന്ന ഉറ്റ സുഹൃത്തായ അജു അറിയാതെ ചിരിച്ചുപോയി. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യല്ലേ? ശ്രീരാജിന്റെ അച്ഛൻ ശ്രുതിയുടെ ബന്ധുക്കളോട് ചോദിച്ചു. അതെ അതെ, ഒരു കണക്കിന് വിവാഹത്തിനു മുമ്പ് പറയാനുള്ളത് പറഞ്ഞടുത്ത് തന്നെയാ നല്ലത്. അവരും അത് ശരിവെച്ചപ്പോൾ ശ്രീരാജ് പെട്ടെന്ന് എഴുന്നേറ്റ് സിറ്റൗട്ടിലേക്ക് പോയി. ചെല്ലു മോളെ, പോയി സംസാരിച്ചിട്ട് വാ. ശ്രുതിയുടെ അച്ഛനും അമ്മയും അവൾക്ക് അനുവാദം കൊടുത്തു. ശ്രുതി അല്പം ചാളിയതയോടെ ശ്രീരാജിന് പിന്നാലെ സിറ്റൗട്ടിലേക്ക് ചെന്നു. അവിടെ ഒരു ചെയറിൽ ശ്രീരാജ് ശ്രുതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ശ്രുതി ഇരിക്കും. അവൾ വന്നു തന്റെ തൊട്ടരിയിൽ കിടക്കുന്ന കസേര ചൂണ്ടി പെട്ടെന്ന് അവൻ പറഞ്ഞു. പക്ഷേ ശ്രുതി അവിടെ ഇരിക്കാതെ സിറ്റൗട്ടിലെ നെടുന്തൂണിലേക്ക് ചാരി നിന്നു. എടോ ശ്രുതി, എനിക്കൊരു കാര്യം പറയാനുണ്ടോ? ശ്രുതി ശ്രീരാജിന്റെ വാക്കുകൾ കേട്ട് ആകാംക്ഷയോടെ അവനെ നോക്കി. എനിക്കല്പം ദേഷ്യം കൂടുതലാ. ശ്രുതി അല്പമൊന്ന് പകച്ചിട്ട് അവനെ നോക്കി. അവിടെ ആ നോട്ടം കണ്ടിട്ട് പെട്ടെന്ന് അവൻ സൗഹൃദത്തോടെ പറഞ്ഞു. അയ്യോ, അങ്ങനെ താൻ പേടിക്കാൻ വേണ്ടിയുള്ളതൊന്നുമില്ല. എന്നാലൊന്നും പറയണല്ലോ. ശ്രുതിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രം മുന്നോട്ട് പോയാൽ മതി. ആ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ശ്രുതിക്ക് എതിര് പറയാൻ തോന്നിയില്ല. ചെക്കനെ കാണാനൊക്കെ ഒരു ചേലുണ്ട്. പിന്നെ തന്നോട് കാര്യം നിഷ്കളങ്കമായി തന്നെ അവതരിപ്പിച്ചല്ലോ. മാത്രമല്ല, ആണുങ്ങൾ കുറച്ച് ദേഷ്യമുള്ളത് അവർക്കൊരു ഭംഗിയാണ്. ആ ഒരു ഉറപ്പിൽ വിവാഹം വളരെ മംഗളമായി തന്നെ നടന്നു. അകന്ന ബന്ധുക്കളെല്ലാം പിരിഞ്ഞുപോയിരുന്നു. ശ്രുതി സെറ്റ് സാരിയിൽ ദേഹം നിറയെ ആഭരണങ്ങൾ അണിഞ്ഞ് അടുത്തുള്ള ബന്ധുക്കളോടൊപ്പം ഒരു റൂമിലാണ്. പെട്ടെന്ന് അവിടെ ശ്രീരാജിന്റെ സ്വരം ഉച്ചത്തിൽ കേട്ട് ശ്രുതിയെ കൂടാതെ കൂടി നിന്ന സ്ത്രീകളൊന്ന് പകച്ചു. ശ്രീരാജ് തന്റെ അച്ഛനോട് എന്തോ കയർത്ത് സംസാരിക്കുകയാണ്. കുടുംബത്തിലെ മൂത്ത മകനാണെങ്കിൽ ഇന്നെന്റെ കല്യാണ. അതാരും ഓർക്കാത്തെ? എല്ലാത്തിനും ഓടി നടക്കാൻ ഞാൻ ഒറ്റൊരുത്തൻ. അച്ഛന്റെ മറ്റു മക്കൾക്കൊന്നും ഒന്നും അറിയണ്ടല്ലോ. എന്തിനേത് എന്റെ ഒരു കണ്ണു തന്നെ വേണം. അതെ, അത്രയും രൂപ മോഷണം പോയത് എന്റെ കുറ്റം കൊണ്ടല്ല. ശ്രീരാജിന്റെ ഒച്ച വീണ് കനത്തു. മോനെ, അച്ഛൻ അതൊന്നും ഓർത്ത് പറഞ്ഞല്ല. എല്ലാവരും ഓരോരോ തിരക്കിലായി പോയതാ. നീ ഒന്ന് ക്ഷമിക്കേ. ഇന്നത്തെ ദിവസം അറിയാലോ നിനക്ക്. അച്ഛനൊരു അനുനയത്തോടെ ഓർപ്പിക്കുന്നുവെങ്കിലും ഒക്കെ വിഫലമാവുന്ന കണ്ട് ശ്രുതി നടുങ്ങിയിരുന്നു പോയി. ഒപ്പം മറ്റുള്ളവരും. അല്പം കഴിഞ്ഞ് ശ്രീരാജിന്റെ അമ്മ അങ്ങോട്ട് വന്നപ്പോൾ ശ്രുതി ഒരു ആന്തലോടെ എഴുന്നേറ്റു. മോളെ, നീ ഇതൊന്നും കണ്ട് പേടിക്കണ്ട. അവൻ ഇങ്ങനെയാ ചില നേരത്ത്. പക്ഷെ പാവ, മനസ്സിലൊന്നും കാണില്ല. അമ്മ ശ്രുതിയെ നോക്കി പരിഭ്രമത്തോടൊന്ന് പുഞ്ചിരിച്ചിട്ട് സൗമ്യമായ മട്ടിൽ അവളോട് പറഞ്ഞു. സാരല്ലമ്മേ. ശ്രുതി ചിരിക്കാനും ശ്രമിച്ചെങ്കിലും പാളിപ്പോവുകയായിരുന്നു. മോള് വാ, സമയം ഒരുപാടാകുന്നു. വന്ന് അവനോടൊപ്പം എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. ചെല്ലു മോളെ, പേടിക്കണ്ട. ഒപ്പം കൂടിയിരുന്ന സ്ത്രീകൾ ശ്രുതിക്ക് ധൈര്യം നൽകി. അമ്മ അവളെയും കൂട്ടി ഡൈനിങ് റൂമിലേക്ക് പോയി. അവിടെ ടേബിളിന്മേൽ കൈമുട്ടുകളൂന്നി ശ്രീരാജ് വളരെ ഗൗരവത്തോടെ എന്തോ ഗഹനമായി ചിന്തിക്കുന്നത് ശ്രുതി കണ്ടു. അവളൊന്ന് പരിങ്ങി അവിടെ തന്നെ നിന്നു കളഞ്ഞു. അവൻ അവളെ ഒന്ന് നോക്കുന്ന പോലും ഇല്ലായിരുന്നു. ഇവിടെ ഇരിക്കുമോളെ. അമ്മ നിർബന്ധപൂർവ്വം ശ്രീരാജിന്റെ തൊട്ടടുത്ത കസേരയിൽ ശ്രുതിയെ പിടിച്ചിരുത്തി. അവർക്ക് രണ്ടുപേർക്ക് അമ്മ ആഹാരം വിളമ്പി. അമ്മയും അച്ഛനും അനിയമ്മനും കഴിക്കുന്നില്ലേ? കഴിക്കാം മോളെ, ഇപ്പൊ നിങ്ങൾ കഴിക്കേ. അമ്മ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ശ്രുതിയുടെ കണ്ണുകൾ അറിയാതെ ശ്രീരാജിന്റെ നേർക്ക് പോയി. അവൾക്ക് അവനെ കണ്ടിട്ട് എന്തോ ഭയം തോന്നി. ഒരു ചിരി പോലുമില്ലാതെ മുഖം കട്ട കലിപ്പിലാണ്. ശ്രീരാജ് തന്റെ മുന്നിലിരിക്കുന്ന ആഹാരത്തെ നോക്കി അമ്മയുടെ നേർക്ക് കയർത്തു. എനിക്കിപ്പോ ഭക്ഷണം വിളമ്പോ അമ്മയോട് ഞാൻ ആവശ്യപ്പെട്ടോ? മോനെ, നിന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വന്നിരിക്കുക. ഇന്നത്തെ ദിവസം തന്നെ നീ ഇങ്ങനെയൊന്നും അതിന്റെ മുമ്പിൽ. അറിയാം, അമ്മ ഓർമ്മപ്പെടുത്തേണ്ട തന്നെ. അവർ പറഞ്ഞു പൂർത്തിയാകും മുന്നേ ശ്രീരാജ് ഇടയ്ക്കേറി അമ്മയോട് വീണ്ടും കയർത്തു. അവൻ മുന്നിലിരിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അല്പം എടുത്ത് കലിപ്പോടെ തന്നെ വായിൽ വെച്ചു. അടുത്ത് വിരൽ തുമ്പിലെടുക്കുമ്പോൾ അവൻ തൊട്ടടുത്തിരിക്കുന്ന ശ്രുതിയെ നോക്കി. തന്നെ നോക്കി പേടിച്ചവണിരിക്കുന്ന ശ്രുതിയെ നോക്കി അവൻ പുരികം ചൊളിച്ചു. ഇതെന്താ, തനിക്ക് ഭക്ഷണം വേണ്ടേ? എനിക്ക് വേണ്ട. അവന്റെ ഗൗരവം കണ്ടിട്ടോ ആ ദേഷ്യം ഓർത്തിട്ടോ പെട്ടെന്ന് അങ്ങനെ പറയാനാണ് അവൾക്ക് തോന്നിയത്. പിന്നെ ആർക്കാ വേണ്ടത്? എനിക്കോ? ചോദ്യവും പ്രവർത്തനവും പെട്ടെന്ന് കഴിഞ്ഞു. തന്റെ മുന്നിൽ നിന്ന ഭക്ഷണവും പാത്രവും എടുത്ത് ശ്രീരാജ് ഒരു ഏറ് വെച്ച് കൊടുത്തു. അത് ടേബിളിന്മേൽ ചിതറി നിലത്തേക്ക് നാലുപാടും വീണു. അമ്മയും ശ്രുതി ഒരുപോലെ നടുങ്ങിപ്പോയി. ശ്രീരാജെ, ഇതെന്താണ് നീ കാണിച്ച്? അത് ഈ പുതിയ കൊച്ചിന്റെ മുന്നിൽ വെച്ച്. അമ്മ ക്രുദ്ധയായി ശ്രീരാജിന്റെ നേർക്ക് ഒച്ചയിട്ടു. അമ്മ മിണ്ടടാ. ശ്രീരാജ് ചാടിത്തുള്ളി മുകളിലേക്കുള്ള കോടിപ്പടികൾ കയറി. ശ്രുതി വെപ്രാളത്തോടെ അമ്മയെ നോക്കി. അമ്മേ, അവൾ പേടിയോടെ വിളിച്ചു. അമ്മ അവളെ നോക്കി ശാന്തമായൊന്ന് പുഞ്ചിരിച്ചു. എന്റെ മോള് വിഷമിക്കണ്ട, അവൻ പാവാ മോളെ. കല്യാണ ചെലവിന്റെ കുറച്ച് കാശ് കിട്ടിയ കണക്കിൽ കുറഞ്ഞുപോയി, അതിന്റെ ദേഷ്യ. അവരങ്ങനെ പറഞ്ഞൊപ്പിച്ച് ശ്രുതിയെ നോക്കി. അമ്മ പറഞ്ഞ് വിശ്വസിക്കാനാവാതെ അവൾ അവിടെ പകച്ചിരുന്നു പോയി. ആ പോട്ടെ, മോളിത് മുഴുവൻ കഴിച്ചിട്ട് പോയാ മതി. ആ വിശക്കുമ്പോ വന്നെടുത്ത് കഴിച്ചോളൂ. എനിക്ക് വേണ്ടമ്മേ, അവളൊരു വിമിഷ്ടത്തോടെ പറഞ്ഞു.
അത് പറ്റില്ല കുട്ടി. ഇന്ന് ഈ വീട്ടിൽ വന്ന ആദ്യത്തെ ദിവസമായിട്ട് ഭക്ഷണത്തിന് മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മ, എനിക്ക് വിശപ്പ് തോന്നില്ല. ശ്രുതി വിരസതയോട് നിരസിച്ചു. എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് കുറച്ച്. അവരൊരു യാചനയോട് അവളെ നോക്കി. ശ്രുതിക്ക് അത് നിരസിക്കാൻ തോന്നിയില്ല. അവൾ വളരെ വിമിഷ്ടത്തോടെ ഭക്ഷണം കഴിക്കുന്നുണ്ടപ്പോൾ അവർ തടഞ്ഞു. എങ്കിൽ മോള് മുകളിലേക്ക് കയറിപ്പോയിക്കോ, അമ്മ വിഷമത്തോടെ പറഞ്ഞു. പക്ഷേ ശ്രുതി അതിന് മനസ്സുവരാതെ അവിടെ തന്നെ മടിച്ചിരുന്നു. പേടിക്കണ്ട മോളെ, അവർ നിർബന്ധിച്ചപ്പോൾ ശ്രുതി മനസ്സില്ലാ മനസ്സോടെ എഴുന്നേറ്റ് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി. അത് നോക്കിയ അമ്മ ഒരു നെടുവീർപ്പോടെ അവിടെ കിടന്നൊരു കസേരയിൽ ഇരുന്നു പോയി. ശ്രുതി പേടിയും പരിഭ്രമവും കൊണ്ട് റൂമിലെത്തിയപ്പോൾ ശ്രീരാജ് ബെഡിൽ ഇരിക്കുകയായിരുന്നു. അവളൊരു സങ്കോചത്തോടെ മെല്ലെ അവനെതിരെ വന്നു നിന്നു. ശ്രീരാജ് പെട്ടെന്ന് അവളെ നോക്കി. ശ്രുതി ഇങ്ങോട്ട് കിടന്നോളൂ, വേണേ ഉറങ്ങിക്കോ, എനിക്കല്പം കാര്യങ്ങൾ നോക്കാനുണ്ട്. അവന്റെ സ്വരം മുൻപത്തെ അപേക്ഷിച്ച് അല്പം മയപ്പെട്ട പോലെ ശ്രുതിക്ക് തോന്നി. ശ്രീരാജ് ഉടൻ എഴുന്നേറ്റ് അവളെ മറികടന്ന് താഴേക്കുള്ള പടികളിറങ്ങി. ശ്രുതി കുറച്ച് ആശ്വാസം കിട്ടിയതുപോലെ ബെഡിലേക്ക് ഇരുന്നു. അവളുടെ ഹൃദയമിടിപ്പ് അപ്പോഴും നിലച്ചിട്ടില്ലായിരുന്നു. കല്യാണം കഴിക്കണ്ടായിരുന്നു, തനിക്ക് തന്റെ വീട്ടിൽ തന്നെ ജീവിച്ചാൽ മതിയായിരുന്നു. ഇത്രയും ദേഷ്യമാണ് ഈ ആൾക്ക് നന്ന് പറഞ്ഞപ്പോൾ താനൊട്ടും കരുതിയില്ലല്ലോ എന്നോർത്ത് അവളുടെ മനസ്സ് നിരാശപ്പെട്ടുകൊണ്ടിരുന്നു. തന്റെ ജീവിതം നശിച്ചല്ലോ ഈശ്വര. അവൾ കിടന്നുരുകി. ഓരോന്നോർത്ത് സമയം നീങ്ങിയത് ശ്രുതി അറിഞ്ഞില്ല. റൂമിലെ ക്ലോക്കിൽ 11 മണിയായപ്പോൾ അവളൊന്ന് നടുങ്ങി. സമയം ഇത്രയായോ ഈശ്വര, ആളിനി ഇങ്ങോട്ട് വരല്ലേ? അവൾ ഉള്ളിൽ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കയിലേക്ക് നീണ്ടു നിവർന്ന് കിടന്നു. ഉറക്കം വന്ന് കണ്ണുകളെ തഴുകുന്നതറിഞ്ഞ് കിടന്നുപോയതാണ്. അധികം വൈകാതെ അവൾ അതിന് അടിമപ്പെട്ടു. അല്പനേരം കഴിഞ്ഞപ്പോൾ തന്റെ കയ്യിൽ മൃദുവായി എന്തോ സ്പർശിക്കുന്നതറിഞ്ഞ് ശ്രുതി പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. അപ്പോഴാണ് താൻ പേടിക്കുന്നയാൾ തന്റെ തൊട്ടടുത്തായി ബെഡിലിരിക്കുന്ന ഉറക്കച്ചടവുള്ള കണ്ണുകളാൽ ശ്രുതി തിരിച്ചറിയുന്നു. തന്റെ കൈപ്പത്തിയിലേക്ക് പ്രണയത്തോടെ മൃദുവായി ചുംബിക്കുന്ന ശ്രീരാജിനെ ശ്രുതി അമ്പരപ്പോടെ നോക്കി. പെട്ടെന്ന് അവൾ കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. പരിഭ്രമം കൊണ്ട് അവളുടെ ഹൃദയം ഇടിച്ചുപോയി. ഒപ്പം ഉറക്കവും നഷ്ടപ്പെട്ടു. അവളുടെ വെപ്രാളം കണ്ട് ശ്രീരാജ് പെട്ടെന്ന് പുഞ്ചിരിച്ചു. വളരെ മനോഹരമായ ഒരു ചിരിയായിരുന്നത്. അത് കണ്ടുകൊണ്ടാവാം ശ്രുതിക്കല്പം സമാധാനം തോന്നി. താൻ പേടിച്ചോ? എന്താ അല്പം മുമ്പത്തെ പ്രകടനം കണ്ട് താൻ ഞെട്ടിക്കാണെന്ന് എനിക്കറിയാം. പോട്ടെ, സാരമില്ല. അവ സ്നേഹത്തോടെ അവിടെ ആ കൈപ്പത്തിയിൽ തലോടി. ഞാനൊരു കുഴപ്പക്കാരനൊന്നല്ല കേട്ടോ. എന്റെ ഈ ദേഷ്യം തനിക്കൊരിക്കലും ഒരു ബാധ്യതയാവില്ല. ഉപദ്രവം ഉറപ്പ്. എങ്കിലും ഈ ദേഷ്യം ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ഉറക്കം നിലവിളിക്കുന്നില്ലാതെ ഞാൻ അത്ര പരിക്കണമെന്നല്ലടോ. എന്ത് താനൊന്നും മിണ്ടാത്തെ? തന്നെ നോക്കി ആശ്ചര്യത്തോടെ മിഴിച്ചിരിക്കുന്ന ശ്രുതിയുടെ അവൻ സൗമ്യനായി തിരക്കി. എന്തിനാ നേരത്തെ അങ്ങനെയൊക്കെ? ഞാനാകെ പേടിച്ചു കേട്ടോ. അവൾ പരിഭവത്തോടെ അവനെ നോക്കി. ശ്രീരാജ് ഇത്തിരി മുമ്പ് സ്നേഹത്തോടെ പറഞ്ഞ ആ വാക്കുകളൊക്കെ അവളുടെ ഭയത്തെയും പരിഭ്രാന്തിയെയും ഇല്ലാതാക്കിയിരുന്നു. അതോ? അവൻ വീണ്ടും ഒന്ന് മന്ദഹസിച്ചു. സംഭാവന കിട്ടിയ കുറച്ച് കാശാരം അടിച്ചു മാറ്റിയിരിക്കുന്നു. മിക്കവാറും എന്നാക്കാനുള്ള കല്യാണക്കണിയായിരിക്കും എന്റെ ചങ്ങാതിമാരുടെ. അതോർത്തപ്പോൾ ശ്രീരാജ് ഊറിച്ചിരിച്ചു. എനിക്കല്പം മുമ്പാട്ടത് കത്തിയേ. ഇങ്ങനെ എത്രയോ പേരുടെ കല്യാണത്തിന് കൂട്ടുകാരോടൊപ്പം ഞാനും കൂടിയിരിക്കുന്നു. അതെ, അത്യാഗ്രഹം കൊണ്ടല്ല കേട്ടോ. കുറച്ച് കടങ്ങൾ, പിന്നെ 2 അനിയന്മാരുടെ പഠിത്തമൊക്കെ നോക്കണം. ഇതൊന്നും കേട്ടെന്റെ ശ്രുതി കൂടി ടെൻഷൻ അടിക്കരുത് കേട്ടോ. ഒക്കെ നന്നായി കൊണ്ടുപോയി ഞാൻ. അവൻ പിന്നെയും മനോഹരമായി പുഞ്ചിരിച്ചപ്പോൾ ശ്രുതി പരിഭവത്തോടെ മൊഴിഞ്ഞു. എന്നാലും വിഷമിക്കണ്ട. അമ്മയുടെ അച്ഛനോട് സോറി പറഞ്ഞ് ഓരോ ഉമ്മയും കൊടുത്തിട്ടാ ഞാനിങ്ങോട്ട് പോന്നേ. അവർക്കെന്നെ നന്നായിട്ട് അറിയാം. അപ്പൊ ഭക്ഷണം എടുത്തെറിഞ്ഞോ? അവൾ പരിഭവത്തോടെ വീണ്ടവനെ നോക്കി. അമ്മ അങ്ങനെയൊന്നും ഉണ്ടായില്ലേ? അവൻ തന്നെ നെറ്റിയിലും താങ്ങി പിടിച്ച് ഖേദമറിയിച്ചിട്ട് അവളെ കുറ്റബോധത്തോടെ നോക്കി. ശ്രുതിക്കുട്ടി ഒന്ന് കഴിച്ചു കാണില്ല. വാ, എനിക്ക് നല്ല വിശപ്പുണ്ട്. അവൻ അവളുടെ കവിളിൽ മെല്ലെ തലോടി. ഇന്നേ നമ്മുടെ ആദ്യരാത്രിയാണ് കേട്ടോ. പട്ടിണി കിടക്കുന്ന ആദ്യരാത്രിക്കൊട്ടും ഭംഗി തോന്നില്ല. ശ്രീരാജ് വളരെ നേർമയായി പറഞ്ഞിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്നാണ് അവളുടെ മുഖത്തേക്ക് നാണം ഇരച്ചു കയറിയത്. വന്നേടാ. അവൻ അവിടെ അരികിൽ പിടിച്ചുപൊക്കി എഴുന്നേൽപ്പിച്ചു. ശ്രുതിയുടെ ശരീരത്തിലൂടെ ഒരു ഉൾപ്പിളക്കം പാഞ്ഞുപോയി. ഞാൻ വരാം. അവൾ നാണത്തോടെ പിടഞ്ഞു മാറി. അവർ രണ്ടുപേരും താഴേക്കുള്ള പടികളിറങ്ങി. ശ്രീരാജ് തന്നെ അവർക്ക് ഇരുവർക്കുമുള്ള ആഹാരം ആവശ്യത്തിനൊരു പ്ലേറ്റിലേക്ക് എടുത്തു. എന്നിട്ട് അവൻ ശ്രുതിക്ക് സ്നേഹത്തോടെ ഓരോ ഉരുളകളാക്കി ഭക്ഷണം വാരിക്കൊടുത്തു. അവന്റെ ഓരോ ഉരുളകളും അവളുടെ ഹൃദയത്തിൽ മധുരമായി പതിഞ്ഞുകൊണ്ടിരുന്നു. ശ്രുതിയും അവന് ഊട്ടി. തിരികെ പോകാൻ നേരം ശ്രീരാജിനൊപ്പം 2-3 പടികൾ കയറിയ ശ്രുതിയെ അവൻ ഉയർത്തിയെടുത്തു. ഞാനെടുത്തോളാം. അവൻ അനുരാഗത്തോടെ അവളെ മുഖമുയർത്തി നോക്കുമ്പോൾ ശ്രുതിക്ക് വല്ലാത്ത ലജ്ജ തോന്നിപ്പോയി. റൂമിലെത്തിയതും അവൻ അവളെ സ്വതന്ത്രയാക്കി. ബെഡിൽ അവളുടെ തൊട്ടരികിലിരിക്കുമ്പോൾ ശ്രീരാജ് അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. അന്ന് പെണ്ണ് കാണാൻ വന്ന ദിവസം ഓർമ്മയുണ്ടോ ശ്രുതിക്കുട്ടിക്ക്? അവൻ പ്രണയത്തോടെ അവളുടെ കാതിൽ മന്ത്രിച്ചു. അവൾ ലജ്ജയോടെ മൂളി. അന്ന് അടുത്തൊന്നിരിക്കാൻ പറഞ്ഞപ്പോൾ മാറിന്നയാളാ. ദേ
ഇപ്പം എൻ്റെ തൊട്ടടുത്ത് എൻ്റേത് മാത്രമായി. പ്രണയപൂർവ്വ വാക്കുകൾ അവളുടെ കാതിൽ തേന്മഴ വർഷിച്ചു. ശ്രുതി, അവൻ മെല്ലെ മന്ത്രിച്ചു. അവൾ വീണ്ടും ലജ്ജയോടെ വിളികേട്ടു. ഞാനൊന്ന് ചുംബിച്ചോട്ടെ. അവൾ തന്റെ മുഖത്ത് നോക്കാതെ നാണത്തോടെ പുഞ്ചിരി തൂവുമ്പോൾ ശ്രീരാജ് മെല്ലെ അവളുടെ മുഖം തന്റെ മുഖത്തിന് നേർക്ക് ഉയർത്തി. പിന്നെ അവളുടെ അനുവാദത്തിന് വേണ്ടി അവൻ കാത്തുനിന്നില്ല. ആവേശത്തോടെ അവന്റെ അധരങ്ങൾ അവളുടെ മുഖത്ത് ഓരോ അവയവങ്ങളെയും കൊതിതീരുവോളം ഓമനിച്ചു. അവന്റെ മാറിലേക്ക് തരളിതയായി വീഴുമ്പോൾ നിർവൃതിയോട് അവൾ ഓർത്തുപോയി. ഇത്ര പാവമാണ്, പ്രണയമാണ് തന്റെ രാജുവേട്ടൻ. ഇതാണോ പറയുന്നത് പെട്ടെന്ന് ദേഷ്യം വരുന്നവർ ഉള്ളിൽ ധാരാളം നന്മകൾ പൊതിഞ്ഞു വെക്കുന്നവരാണെന്ന്?